നമസ്കാരം. ജ്യോതിഷപ്രകാരം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. സൂര്യൻ ധനു രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനുവരി 13-ന് അതുകൊണ്ട് തന്നെ മകരസംക്രാന്തി ദിനമായി ആഘോഷിക്കുന്നതുമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാം. ഈ സമയം ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാകുന്നു. ജനുവരി 13 മുതൽ 19 വരെയുള്ള 7 ദിവസങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക. ഈ രാശിക്കാരുടെ തലയിലെഴുത്ത് തന്നെ മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സൂര്യന്റെ മകരം രാശിയിലേക്കുള്ള ആ മാറ്റം ഏതെല്ലാം രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിൽ സംഭവിക്കുന്നതായ ഈ മാറ്റങ്ങൾ പല വിധത്തിലാണ് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുക. ഈ 7 ദിവസങ്ങളിൽ പ്രധാനമായും ആസൂത്രണം ചെയ്തതുപോലെ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായും ജോലിയുമായി ബന്ധപ്പെട്ടും കാത്തിരിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും വിജയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുവാനും അത് കരിയറിലും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശമ്പള വർധനവ് ലഭിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല മേഖലകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഏറ്റെടുക്കുന്ന ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും അത് നിങ്ങൾക്ക് ധനപരമായ ഉയർച്ചയും സന്തോഷവും ജീവിതത്തിൽ നൽകുക തന്നെ ചെയ്യും. നൽകിയിരിക്കുന്നതായ പണം പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളുടെ കരിയറിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ബിസിനസ് പരമായ നേട്ടങ്ങൾ പോലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായി മാറ്റും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ അത് വലിയ തർക്കങ്ങളാണ് എങ്കിൽ പോലും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചില വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും അത് നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കടബാധ്യതകളാൽ വീർപ്പ് മുട്ടുന്നവർക്ക് ഒരു പരിധി വരെയെങ്കിലും ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിനും ഒപ്പമുള്ളവർക്കും സന്തോഷവും ഭാഗ്യവും പ്രദാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സൂര്യന്റെ മകരം രാശിയിലേക്കുള്ള സംക്രമണം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന സമയമാകുന്നു. പല കാര്യങ്ങളിലും സംശയമില്ലാതെ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും കൃത്യമായി ചെയ്ത് തീർക്കുവാൻ സാധിക്കും. പേരും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്താം. കൂടാതെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ജോലിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരാം. സഹായധനമാണ് എങ്കിലും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രണയിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാണ് വന്നു ചേരുക. നഷ്ടപ്പെട്ടതായ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് കടം നൽകിയിരിക്കുന്നതായ പണമാണ് എങ്കിലും അല്പമെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം അനുകൂലമാണ്. അത് താൽക്കാലിക ജോലിയാണ് എങ്കിലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ വളരെ ഉപകാരപ്രദമായി മാറും എന്നതാണ് വാസ്തവം. കൂടാതെ വീടുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ, ധനപരമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇത്.
കർമ്മ മേഖലകളിലും ബിസിനസ്സിലും അത് പ്രതിഫലിക്കുന്നതാണ്. ഈ അവസരം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. നിങ്ങളെ പിന്തുണയ്ക്കാത്ത വ്യക്തികൾ പോലും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ അജയനായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം. ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സാധിക്കും. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ശ്രമങ്ങൾ നടത്തുകയും തടസ്സങ്ങളാൽ വലയുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യം. 7 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുടുംബ സൗഖ്യം കൊണ്ടുവരുവാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാണ്. അത് സുഹൃത്തുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ആകാം. സന്താന ശ്രേയസ്, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഭൗതിക രംഗത്തും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ തെറ്റായ ചില ചിന്താഗതികൾ മാറ്റി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അധികാരമുള്ള പദവികൾ ലഭിക്കുകയോ അത്തരം കാര്യങ്ങളിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ ചെയ്യാം. ധനപരമായി പലവിധ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദുർബോധനകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം ചിന്തകളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കാര്യസിദ്ധി കടന്നു വരാവുന്നതായ സമയമാകുന്നു. ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് ധൈര്യം നൽകുന്നതാണ്. കൂടാതെ ഈ സമയം പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളിലും പുരോഗതി വന്നു ചേരും. മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആലസ്യം ഉണ്ടായി എന്ന് വരാം. അതെല്ലാം തരണം ചെയ്ത് മനസ്സിനെ പ്രവർത്തന സജ്ജമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രതീക്ഷിച്ചതായ സഹായധനം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. സാമാന്യമായ പുരോഗതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ അനാവശ്യമായ നിർബന്ധ ബുദ്ധി നിങ്ങൾക്ക് ഒഴിവാക്കുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പിന്തുണ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ദൗത്യങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അകമഴിഞ്ഞ പിന്തുണ ലഭിക്കാവുന്നതുമാണ്. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ അനുകൂലമായി തീരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.